ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇപ്പം ഒത്തിരി പരിപാടികളുമായിട്ടൊക്കെയാണ് രാവിലെ തുടങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ് രാവിലെ തുടങ്ങിയത്. ഒന്നും നടന്നില്ല. നമ്മുടെ ഇലക്ട്രിസിറ്റി മാമന്മാരെന്നെ ചതിച്ചു. അതുകൊണ്ട് അവരോട് ഞാൻ ചിക്കാണ്. ഞാൻ കൂട്ടുകൂടത്തില്ല, മാമന്മാരെ ഞാൻ മിണ്ടത്തില്ല. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴെന്തായാലും 1-1:30 വരെ നമുക്കിവിടെ കറണ്ട് ഇല്ലായിരുന്നു. രാവിലെ മോട്ടർ അടിച്ചില്ല, അപ്പുറത്ത് പഴയ വീട്ടിലും അടിച്ചില്ല, ഇവിടെ അടിച്ചില്ല. പക്ഷേ എന്തായാലും വെള്ളം മാത്രം നമുക്കുണ്ടായിരുന്നു. ലൈറ്റ് ഇല്ലെന്നേ ഉള്ളൂ. ലൈറ്റ് ഇല്ലാതെ നമ്മുടെ കുഞ്ഞടുക്കളയിലെ ഒരു വിശേഷങ്ങളും നടക്കത്തില്ലെന്നറിയാമല്ലോ. എന്നാലും ഞാൻ പിന്മാറിയില്ല. അപ്പോൾ കുഞ്ഞു ഒത്തിരി ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചു. അത്ര വെള്ളത്തിലല്ല, കറണ്ട് ഇല്ലാതെ എന്നും പറഞ്ഞ് നമ്മൾക്ക് ചോറും കറിയൊക്കെ വെക്കേണ്ടി. അതൊക്കെ വെച്ചു. അതൊന്നും വെക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ. കഴിക്കാൻ തുടങ്ങുന്ന ഇച്ചിരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കറണ്ട് ഇല്ലായിരുന്നു, അതാണ് പ്രശ്നം. അതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കേട്ടോ. അതൊക്കെയായിരുന്നു. മാമന്മാർ പറ്റിച്ച പണിയെ എന്നെ ചതിച്ചതാ. ഇന്നും മെസ്സേജൊന്നും നമ്മുടെ പപ്പയുടെ മൊബൈലിനകത്ത് മെസ്സേജൊക്കെ വരുന്നത് കേട്ടോ. ഇനി ഞാനും നോക്കിയില്ല. നമ്മൾ അതൊന്നും നോക്കത്തില്ല. ഈ വരുന്ന മെസ്സേജുകളൊന്നും നോക്കത്തില്ല. വേറെ എന്തെങ്കിലും കാക്കറി ഉണ്ടെങ്കിൽ അതിനകത്ത് ചെതഞ്ഞുകൊണ്ടിരിക്കും ഞാൻ കേട്ടോ. എന്താ എനിക്കറിയത്തില്ല. മരമുറിപ്പൊന്നും ഇവിടെ നമ്മുടെ ഈ സൈഡിലെങ്ങും ശബ്ദമൊന്നും കേട്ടില്ല. ഇങ്ങനെ എന്താന്ന് എന്തെങ്കിലും അവർ കേടായത് വല്ല സംഭവങ്ങളും ശരിയാക്കിയതായിരിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ പച്ചക്കറിയൊക്കെ തോട്ടത്തിലോട്ടൊന്ന് ഇറങ്ങാൻ പോയപ്പോൾ ഒരു സംഭവം കിട്ടി. അത് ഇതുവരെ എടുത്തില്ല കേട്ടോ. ഞാൻ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് അപ്പോഴൊരു സംഭവം ഞാനത് ഇട്ടിട്ടുണ്ട്. കിട്ടിയ സംഭവം ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ സംഭവമാണ് കിട്ടിയത് കേട്ടോ. അപ്പോഴത് ഇതുവരെ കഴിക്കാൻ എനിക്ക് സമയം കിട്ടില്ല. ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിച്ചൊന്ന് കൊതു പിടിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിക്കാതെ. ഇതേ നമ്മുടെ മാവിലെ മാങ്ങ കേട്ടോ. കഴിഞ്ഞ വർഷം ഇതിനകത്തൊരു 8-10 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫുള്ള് നമുക്ക് അത് ഇതായിരുന്നു, എന്തുവാ, പുഴുവായിരുന്നു. പക്ഷെ നാട്ടുമാങ്ങായ കേട്ടോ. ഇപ്പം ഞങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടി. സംഭവം ഇന്നലെ 2 കിട്ടി. രാവിലെ 2 സാപ്പിട്ടു. ഇന്ന് 1 കിട്ടിയത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിച്ചോട്ട് സാപ്പിടായിരുന്നു. ആരെങ്കിലുമൊക്കെ കൊതി പിടിച്ച് കിടക്കുന്നത് നീ കിടന്നോട്ടെ. ക്രീം കുട്ടിച്ചത്ത ആർക്കും കൊതി വിടരുത്, എനിക്കും കൊതി വിട്ടല്ലേ കേട്ടോ. അതിനൊരു മന്ത്രമുണ്ട്. ഞാൻ പറയാം മന്ത്രം. മന്ത്രത്തിൻ്റെ ആദ്യത്തെ എന്തുവാണ്? കാട്ടുകോഴി കാനാങ്കോഴി കോഴി വയറ്റിലെ കല്ലും നെല്ലും വറ്റിപ്പോക സ്വാഗ. പിന്നെ വേറെ ഉണ്ടെന്ന് പൊടിക്കാപ്പച്ചി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ മന്ത്രം ചൊല്ലിയത്? ഓടിക്കണം. കാട്ടുകോഴി കാനാങ്കോഴി കോഴി വയറ്റിലെ കല്ലും നെല്ലും അറ്റുപോക സ്വാഗ. പിന്നെന്തോ പരമശിവൻ വെള്ളിക്കിണ്ണത്തിൽ സ്വർണ്ണ ചെപ്പ് കൊണ്ട് കഞ്ഞി വെച്ച് അടച്ചെന്നോ. ഇങ്ങനെയൊക്കെ ഉണ്ട് ആ ഒരു മന്ത്രത്തിനകത്ത് കേട്ടോ. സത്യം ഇത് കൊതിക്ക് പോകുന്ന ഒരു മന്ത്രമാണ്. ഞാനിത് എനിക്ക് എഴുതി തന്ന് ഞാൻ പഠിച്ചതാണ്. പക്ഷെ ചില സമയത്ത് കറക്റ്റായിട്ട് ഞാൻ ഈ മന്ത്രങ്ങളെല്ലാം ചൊല്ലി ഞാൻ തന്നെ കഴിക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ ഇതേപോലെ ഇത് കൊതി വിടുമ്പോൾ എനിക്ക് കൊതി കിട്ടിയെന്ന് എനിക്ക് ഉറപ്പാവും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഈ മന്ത്രം ചൊല്ലി എന്തെങ്കിലും പഞ്ചസാരയോ വല്ല എടുത്ത് ഇങ്ങനെ മന്ത്രം ചൊല്ലി ഞാൻ തന്നെ അങ്ങ് കഴിക്കും. എങ്ങനെയുണ്ടെന്ന് പറയാം എൻ്റെ മന്ത്രം. ഇത് കറക്റ്റായിട്ടുള്ള മന്ത്രം. അതേ ഈച്ച വന്നു പോയിച്ച, നിനക്ക് ഞാൻ തരത്തില്ല, ഓടിക്കണം. ഞാൻ ആദ്യം കഴിക്കട്ടെ. അതേ മൊത്തത്തിൽ ഈച്ച എന്നെ ഓടിക്കണം. നമ്മുടെ മാങ്ങ സൂപ്പറാ പിള്ളേരെ. കളറ് കണ്ടോ? ഇങ്ങനെ വേണം. കൊതിയൊന്നും പെടല്ലേ ആരും പ്ലീസ്. എനിക്ക് പോകാൻ വയ്യ എപ്പോഴും. എൻ്റെ സാറേ, നമ്മുടെ മുറ്റത്തെ കേട്ടോ നല്ല സൂപ്പർ മാങ്ങ.
കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ നിന്നെ വെട്ടി നമ്മുടെ പപ്പയുടെ സൈറ്റിൽ പലകയാക്കുന്നു, തട്ടിൻ്റെ പലകയാക്കുന്നു. പേടിച്ചാണെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം ഒരു 10-15 ഉണ്ട്, ഞാൻ എണ്ണിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊതിവിടല്ലേ, വീണ്ടും പറയുക. ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ കേട്ടോ, സൂപ്പർ. ഇതിനി നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം. ഉടുപ്പിനകത്ത് കറിയായി കഴിഞ്ഞാൽ സൂപ്പർ. മാങ്ങയുടെ ടേസ്റ്റ് കൊണ്ടേ അങ്ങോട്ട് നോക്കാൻ പോകുന്നില്ല കേട്ടോ. നമുക്ക് വീഡിയോ കാണാൻ പോകാം. ഞാൻ ഇതൊന്ന് ഫുള്ളൊന്ന് ക്ലിയർ ആക്കട്ടെ. ഈ മാങ്ങാണ്ടി ചേച്ചേ മാങ്ങാണ്ടിക്ക് കൂട്ടുമോ? ഇപ്പോഴേ ഞാൻ എറിഞ്ഞ് കളയത്തില്ല. ഇത്തിരി ഇങ്ങോട്ട് തപ്പാനുണ്ട്. സോറി, തപ്പാനല്ല, ചപ്പാനുണ്ട്. ഒരു ഈച്ച വിടാതെ പിന്തുടരുന്നു തന്നെ. ഈച്ച, നിനക്ക് ഞാൻ തരത്തില്ല. വേണമെങ്കിൽ ഇത് അങ്ങോട്ടിട്ട് കൊടുക്കാനില്ലേ? കഷ്ടമല്ലേ? എന്താ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നാളെ വീട്ടെ ആർക്കെങ്കിലും ഒക്കെ തരാം. നറുക്ക് ഇട്ടെടുത്ത് ഞാൻ തരാം കേട്ടോ. മതി, കൂടുതലായി. കാഞ്ഞേക്കല്ലേ, ഇത്രയും മതി. പല്ലിൻ്റെ ഇടഭാഗത്തൊക്കെ ഈ മാങ്ങ ഇങ്ങനെ കഴിച്ച് തിന്നുമ്പോൾ ഉണ്ടല്ലോ, ആരും കയറില്ല. ഞാൻ ഇനി അതൊക്കെ തപ്പി പറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴും പല്ലിൻ്റെ ഇടുക്കിലൊക്കെ ആയി അതെല്ലാം ഊരിയെടുക്കട്ടെ. അതിൻ്റെ ആ മാങ്ങയുടെ നാരുണ്ടല്ലോ, അതൊക്കെ ഇനി ഊരിയെടുക്കട്ടെ. കൈയും കഴുകട്ടെ, അല്ലെങ്കിൽ ഈച്ച എണ്ണ ഇവിടെ വെച്ചേക്കത്തില്ല കേട്ടോ. വേണ്ട, എനിക്ക് വേറൊരു സൂത്രം കിട്ടി. നമ്മുടെ മാവേന്ന് കഴിഞ്ഞ വർഷം നമ്മുടെ മാവിന്ന് കിട്ടിയ മാങ്ങയെല്ലാം പന്നലായിരുന്നു, പുഴുവായിരുന്നു. നമ്മൾക്ക് ഇവിടെ വലിയൊരു മാവുണ്ട് കേട്ടോ. ഞാനേ നമ്മുടെ ചീര പറിക്കാൻ പോകാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോഴതേ ഇവിടെ നമ്മുടെ ഒരു മാങ്ങ കിടന്നു. കഴിച്ചാലോ? പിന്നെ കഴിക്കാമല്ലേ. നിങ്ങളെ കാണിച്ചുകൊണ്ടേ ഇന്ന് ഈ മാങ്ങ കഴിക്കുന്നുള്ളൂ ഞാൻ കേട്ടോ. നല്ല മാങ്ങ, സൂപ്പർ കിടുമാങ്ങ. രാവിലെ ഞാനേ ചീര കണ്ടിക്കാൻ വന്നപ്പം നമ്മുടെ ഓമയ്ക്കാക്കൂട്ടൻ ഇത്രയായി കേട്ടോ. ഞാൻ ഇന്നും രാവിലെ വന്ന് നോക്കും, ഇവൻ്റെ കാല് വളരുന്നോ കൈ വളരുന്നോ എന്നൊക്കെ വന്ന് എന്നും നോക്കാറുണ്ട്. എൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ. എന്നെക്കാട്ടിലും കുഞ്ഞൻ ഓമയ്ക്ക കണ്ടോ. ഓമയ്ക്കയല്ല, ഓമമരം കണ്ടോ. കുഞ്ഞന് വളരട്ടെ, എളുപ്പം വളരടാ. എന്നിട്ട് വേണം എനിക്ക് നിന്നെ തോരൻ വയ്ക്കാൻ കേട്ടോ. എളുപ്പം വളരും. നാളൊന്ന് കാണിച്ചാർന്ന് എൻ്റെ കസ്തൂരി മഞ്ഞൾ. വീണ്ടും കിളിർത്ത് വന്നു. ഈ ഒരു ഒറ്റ മൂടേ ഉള്ളൂ എനിക്കിപ്പോൾ ഇവിടെ കേട്ടോ കസ്തൂരി മഞ്ഞൾ. അപ്പോഴതിൻ്റെ അടിയിൽ അമ്മ ഇങ്ങനെ തണലൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചേക്കുക. ഈ കരിയിലയൊക്കെ നീക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കുക. നിങ്ങൾ കണ്ടോ, 2 മുട്ടൻ ഓമയ്ക്ക. എൻ്റെ ദൈവമേ, 2 മുട്ടൻ ഓമയ്ക്ക കിടക്കുന്ന കണ്ടോ നിങ്ങൾ? കണ്ടോ? വേറെ ഒരെണ്ണം കിടക്കുന്നു. നമുക്ക് ലൈവായിട്ട് പേരയ്ക്ക പറിച്ചാലോ? സൂര്യൻ എൻ്റെ ക്യാമറയിൽ തന്നെ നിൽക്കുന്നല്ലേ. ഇത് നമ്മളിവിടെ തുണി ഇട്ട് കൊടുക്കും കേട്ടോ. തുണി ഇട്ട് കൊടുത്തില്ല ഉണ്ടല്ലോ, വേണ്ട ഒരെണ്ണം കണ്ടോ പഴുത്തിരിക്കുന്നു. തുണി ഇട്ട് കൊടുത്താൽ ഇതിനകത്ത് വവ്വാലടിക്കും. നമ്മുടെ പേരയ്ക്കകത്ത് വവ്വാലടിക്കും. അപ്പോഴേ ഇവനെ നമുക്ക് പറിക്കാം. പറിച്ച് നമ്മൾ അപ്പോഴേ എടുത്ത് ഇതൊന്നും എടുത്ത് കേട്ടോ വായിലോട്ട് കൊണ്ടുപോകരുത്. എന്ന് വെച്ചാൽ വവ്വാലൊക്കെ വന്ന് അടിക്കുന്നതാണ്. കഴിക്കാം.
നിങ്ങൾക്ക് വേണോ? നല്ലോണം പഴുത്തതാട്ടോ. കൊള്ളാം. എന്തൊരു മധുരം. വേറെ നിൽപ്പുണ്ട്, മക്കൾ പിന്നെ വന്ന് പറിച്ചോളൂ. ഇത് ഞാൻ കട്ട് ചെയ്യുന്നു കേട്ടോ, ആരോടും പറയല്ലേ. ഇടും. നമുക്കിന്ന് ദേ ഇതുമാതിരിയുള്ള ചീര തോരൻ വയ്ക്കാണ്. ദേ ഇതുമാതിരിയുള്ള ചീര നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇത് ഞാൻ പറയുന്ന കുപ്പച്ചീരയാണ്, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഈ ചീര തോരൻ വെച്ച് കഴിച്ചാൽ കേട്ടോ. അപ്പോഴും നമുക്ക് ഇന്ന് ഈ ഇലത്തോരനാണ് കേട്ടോ. ഈ ചീര ഇല കൊണ്ടാണ് നമ്മളിന്ന് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് ഒടിച്ചുകൊണ്ട് പോകാം. ഇതിൻ്റെ മണ്ടയും എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇതിൻ്റെ ഈ മണ്ട ഭാഗം ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഈ പൂവുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ പൂവുള്ള ഭാഗം പറിച്ച് കളയണം. ഈ പൂവുള്ള ഭാഗം പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് കഴുകി നന്നായിട്ട് അരിഞ്ഞ് എടുക്കാം കേട്ടോ. വെയിലായി. അപ്പോഴേ ഞാനിതൊന്ന് ഒടിച്ചെടുത്തോണ്ട് പോട്ടെ. ഞാൻ കാണിച്ചില്ലേ, ആ കാണിച്ച ചീരയുടെ നല്ല ഒറിജിനൽ ചീര ഇതാണ് കേട്ടോ. അതേ പൂത്ത് ഒറ്റ ഒരെണ്ണം ഉണ്ട്. ഒറ്റ ഒരെണ്ണം നല്ല ശക്തിയായിട്ട് അവൻ കിളിച്ച് വന്നു കേട്ടോ. ദേ ഒറ്റ ഒരു മൂട്. അത് ഞാൻ ഒരു ദിവസത്തേക്കുള്ളത് കാണുമല്ലേ. അല്ലെങ്കിൽ നമുക്കൊരു മുട്ടയിട്ട് ഇത് ചിക്കി തോത്താം. ഇതെന്തായാലും ഇന്ന് ഞാൻ പറിക്കുന്നില്ല കേട്ടോ. മറ്റേത് പറിച്ചല്ലോ. ഇന്നിതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല. ഇന്നെയും നല്ല മുട്ടനൊരു മൂടാ കേട്ടോ. മുട്ടൻ എന്ന ഒരു മൂട. ഒരെണ്ണം മതി നമുക്ക് തോരൻ വയ്ക്കാം കേട്ടോ. പോകാം. ചേന അങ്ങോട്ട് വളർന്ന് വരുന്നതുകൊണ്ട് നല്ല ഭംഗി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേന നട്ടെടുത്തു ഇങ്ങനെ അങ്ങോട്ട് പൊട്ടി വരത്തില്ലേ, ആ ഇല വരുന്ന എന്താ രസം. ഇത് നന്നായിട്ട് പൊട്ടി വന്ന ചേന കേട്ടോ. ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ. പിന്നെ അതിൻ്റെ മുൻപുള്ള ഭാഗമാണ് ഇത്. കണ്ട ഇത് വിടരാൻ വെമ്പി നിൽക്കത്തില്ലേ, അതുമാതിരിയുള്ള ചേനയുടെ ഈ തണ്ട കേട്ടോ. ഇത് പൊട്ടി വരുന്ന എന്ത് രസം കണ്ട. ഇതിനകത്തുനിന്ന് അങ്ങോട്ട് പൊട്ടി വരും. ആ പൊട്ടി വന്നതാണ് ഇത്. അത് കഴിഞ്ഞുള്ള ഭാഗമാണ് ഇത് കണ്ട. നമ്മുടെ സരസ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടോ, മുട്ടൻ കാച്ചിൽ നമുക്ക് കിട്ടണമല്ലോ. ഈ സുപ്പൂനെ മുട്ടൻ കാച്ചിൽ വേണമല്ലോ. അതിന് നമ്മുടെ മമ്മി ചെയ്ത് വെച്ചേക്കുന്ന വേല കണ്ടോ. ഇത് നമ്മുടെ പൈപ്പ് ഒടിഞ്ഞു പോയതാ. പുള്ളിക്കാരത്തെയും എൻ്റെ PA ആകാനാണ് സാധ്യത. ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ രാവിലെ കറിവേപ്പില എടുക്കാൻ രാവിലെ വന്നു. ഉപ്പുമാവായിരുന്നു കേട്ടോ. നമ്മുടെ കറിവേപ്പിൻ തോട്ടം ഇതാട്ടോ. കറിവേപ്പ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനറിയാതെ ആരാണ് ഇവിടെ വാട്ടർ കണക്ഷൻ കൊടുത്തത്. എനിക്കങ്ങ് ചിരി വരുവാ. പിന്നെ മേപ്പോട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ കാച്ചിൽ ഇങ്ങനെ അങ്ങോട്ട് കുറ്റിയൊക്കെ അടിച്ച് നട്ടേക്കുന്നത് ഞാൻ കണ്ടത് കേട്ടോ. ഇതിനകത്ത് പൈപ്പും വെള്ളവും ഉണ്ടെന്നല്ലേ നമ്മൾ വിചാരിക്കത്തുള്ളൂ. എൻ്റെ PAയുടെ ട്രിക്ക് നിങ്ങൾ കണ്ട. ഞാൻ തുണി കഴുകാൻ വരുമ്പോഴാണ് ഇവനെ കാണുന്നത്. പറിച്ച് കളയുന്നില്ല, മഴ പെയ്യുമ്പോൾ നമുക്ക് മാറ്റി നടാം. ഇത് നമ്മുടെ എനിക്കൊന്ന് വവ്വാലങ്ങാണം കൊണ്ടുപോയൊരു പറങ്ങാണ്ടി ആയിരിക്കാം കേട്ടോ. ഞാൻ ഇന്നാൾ വിചാരിച്ചെന്നാൽ ഇത് പിഴുത് നമ്മൾ കുഞ്ഞുനാളിൽ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പറങ്ങാണ്ടി ഇങ്ങനെ തറയിൽ കിടന്ന് ഈ ഒരു ഇതാവുമ്പം ഇതിനകത്ത് നിന്ന് ഈ മുള വരുന്നത് നമ്മൾ പറക്കി തിന്നുമായിരുന്നു. പക്ഷേ ഇത് ആ സമയം കഴിഞ്ഞു കേട്ടോ. ആ സമയം കഴിഞ്ഞ് അതുകൊണ്ട് നമുക്ക് പറിക്കേണ്ട. മഴ പെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു തയ്യ് മാറ്റി നടാം. നല്ലൊരു പറങ്കാവ കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇതേണ്ട അതിൻ്റെ വിത്ത് കണ്ടോ പറങ്ങാണ്ടിയുടെ. പക്ഷേ ഇത് ഇച്ചിരിയും കൂടെ ചെറുതായിരുന്നെങ്കിൽ നമുക്കിത് എടുത്ത് കഴിക്കാൻ. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. മഴ പെയ്യുമ്പോൾ മാറ്റി നടാം. ഈ തയ്യ് ഇവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ. ഇവൻ നിൽക്കുന്ന നിപ്പും ഇവൻ പിടിക്കുന്ന പൂവും കണ്ടാൽ നമ്മൾ വിചാരിക്കരുത് ഇത് നമ്മുടെ മുള്ളാത്ത കേട്ടോ. നിറച്ചും അടിയിൽ നിന്ന് മേളറ്റം വരെ നമുക്ക് ആത്തയ്ക്ക കിട്ടുമെന്ന് വിചാരിക്കും. കണ്ട ഇവൻ്റെ പൂ കണ്ട എന്ത് രസം. അതേ അടിയിന്നേ അങ്ങ് പൂക്കും ചില സമയത്ത്. പക്ഷേ പിടിക്കുന്നതോ 1 or 2 മാത്രം. ഇവൻ്റെ പൂ കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ. കണ്ടോ. എനിക്ക് ഇത് പിടിക്കത്തോന്നുമില്ല. ചുമ്മാ ഞാൻ നിങ്ങളെ ഒന്ന് ഇത് പിടിക്കത്തില്ല കേട്ടോ. എന്ത് രസമുണ്ട് ഈ പൂ കണ്ടോ. നിങ്ങൾ കണ്ടോ ഇതിൻ്റെ പൂവ്.
നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് പിടിക്കത്തില്ല കേട്ടോ. നിങ്ങൾ എന്നെ വഴക്കൊന്നും പറഞ്ഞേക്കരുത്, പറിച്ച് കളഞ്ഞത് എന്തിനാ കുട്ടീന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഇത് പിടിക്കത്തില്ല ഈ അടിഭാഗത്തെ. പിന്നെ മേളിലെങ്ങാണോ 1 2 എങ്ങാണോ നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ. ഇത് പിടിക്കത്തില്ല കേട്ടോ. ഇതിൽ താമരപ്പൂ മാതിരി ഇരിക്കുക. അയ്യോ താമര വേണ്ട, താമര ഏതെല്ലാം മാതിരി ഇരിക്കും ഇതിൻ്റെ ഏതെല്ലാം കണ്ടോ. എല്ലായിടത്തും കാണുമല്ലോ ഇത്. ഇതായിരിക്കും വലുതാവുന്നത്. പക്ഷെ അത് പിടിക്കത്തില്ല കേട്ടോ. ഈ താഴെയൊന്നും ഇതുവരെ ഞാൻ പിടിച്ച് കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറിച്ചത്. കണ്ടോ, ആഗ്രഹം കൊണ്ട് ഞാൻ നമ്മുടെ ചാക്കിനകത്ത് നമ്മുടെ കറ്റാർ വാഴ എടുത്ത് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തിരി മണ്ടയൊക്കെ വന്നു കേട്ടോ. ഇത്തിരി മണ്ടയൊക്കെ വന്നു. പഴത്തൊലിയൊക്കെ കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നിച്ചിരി വൈകിട്ടേ ചാണാപ്പൊടി നമുക്ക് ഇടാം. അന്നേരം ഇവൻ ഉഷാറായിട്ട് കിളിച്ചു. ഇതെല്ലാം പഴത്തൊലി കേട്ടോ. പക്ഷെ അത് ഉണങ്ങി ചുരുണ്ട് കിടക്കുന്നു. വേണ്ട, കിടക്കട്ടെ. വെള്ളം വീഴുമ്പോഴേ ചിലപ്പോൾ അങ്ങ് ഇതാവും. വ്യത്യാസമൊന്നും നട്ടപ്പം കേട്ടോ. കണ്ടോ ഇത്രയായി. അവനെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെന്തായാലും ഇങ്ങോട്ട് വന്നല്ലോ. നമ്മുടെ പഴയ വീടിൻ്റെ ഇവിടെ കേട്ടോ. ഇത് എൻ്റെ നീല കാന്താരി മുളക്. ഇതൊക്കെ പീയം കൊണ്ട് ഇന്നാളെ നട്ടതാണ് കേട്ടോ. ഇത് നമ്മുടെ സരസു നട്ട തെറ്റി. അതിനും ഇരിക്കട്ടെ ഇച്ചിരി വെള്ളം. തുളസി എല്ലാം ഇവിടെ ഇപ്പം കൊണ്ട് നട്ടതാണ്. ഇന്ന് നമ്മുടെ മാമന്മാരെ പണിമുടക്കിലായിരുന്നു 1 മണി വരെ. ഞാൻ എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് മാമന്മാരെ കറണ്ട് തന്നു നമുക്ക് കേട്ടോ. അത്ര വെള്ളത്തിലല്ല. ഞാൻ വിചാരിച്ചു മാമന്മാർ നമുക്ക് പണി തന്നെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുമോ. ഇന്ന് ഒത്തിരി കറിയാക്കി. ഇതേ കുഞ്ഞു കറികളായിരുന്നു ഇന്ന് ഞങ്ങളെല്ലാം ഉണ്ടാക്കിയത് കേട്ടോ. അത്ര വെള്ളത്തില്ലല്ലോ, പട്ടിണി കിടക്കത്തില്ല. പട്ടിണി കിടക്കത്തില്ല. അന്ന് ഞങ്ങൾ ഒത്തിരി കറികൾ കുഞ്ഞു കറികൾ കൂട്ടി കഴിക്കുന്നു ഞാൻ നമ്മുടെ മാമന്മാരോട് പറഞ്ഞു. അപ്പോഴിന്ന് നമ്മൾ പപ്പടം കാച്ചി, മുട്ട തോരൻ വെച്ചു, പിന്നെ നമ്മൾ ചീര തോരൻ വെച്ചു, മോര് കറി വെച്ചു, മാങ്ങാച്ചാറ് പറഞ്ഞല്ലോ, പിന്നെ സലാഡ് ഉണ്ടാക്കി, മീൻ വറുത്തു, മീൻ കറി വെച്ചു. ഇത്രയൊക്കെ മതി. പോരെ, ഇത്രയൊക്കെ മതി. അപ്പോഴും നമുക്ക് ചോറുണ്ണാം കേട്ടോ. പുളിശ്ശേരി എന്ന് പറയുന്നത് നമ്മളിവിടെ മോരുകറി എന്നൊക്കെയാണ് പറയുന്നത്. കുഞ്ഞി ഒത്തിരി വലുതായിട്ടുള്ള കറികളല്ല ഇന്ന്. നമ്മൾ കുഞ്ഞു കറികൾ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറികളാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. അപ്പോഴും ചോറുണ്ണട്ടെ, വയറ് വിശക്കുന്നു. മാമന്മാരെ അത്ര വെള്ളത്തില്ല. ഞാൻ കറണ്ടില്ലെന്നും പറഞ്ഞേ പട്ടിണിയൊന്നും ഇവിടെ കിടക്കത്തില്ല കേട്ടോ. അല്ലേ, പട്ടിണി കിടക്കത്തില്ല. എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? ഞാൻ ഒത്തിരി ദിവസമായി ചോറുണ്ണുന്നത് കാണിച്ചിട്ടല്ലോ. നമ്മൾ എന്നും വെക്കുന്നതല്ലേ കാണിക്കുന്നത്. നമ്മൾ വെള്ളച്ചോറാട്ടോ ഇവിടെ കഴിക്കുന്നേ. ഇവിടെ എല്ലാവർക്കും വെള്ളച്ചോറ് മതി കേട്ടോ. അപ്പോഴത്തെ നമുക്ക് ചോറുണ്ണാം. നല്ല ചീര. അത് എല്ലാവരും കഴിച്ചോ? ഞാൻ കഴിക്കട്ടെ. മൊബൈലായി ഇരിക്കുന്നുണ്ട്, കഴിക്കാനൊക്കത്തില്ല. ഇവിടെ ശിക്കാരി ശംഭൂരിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചിട്ട് പോവാം കേട്ടോ. ഞാൻ ഒരു ചരുവത്തിനകത്ത് വെള്ളം കുടിച്ച് പനിനീരും തളിച്ചു കേട്ടോ. എടാ ഒരു നാണവും മാനവും ഒക്കെ വേണം കേട്ടോ. ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്ന് നിനക്കൊരു മര്യാദയൊന്നുമില്ല കേട്ടോ. അപ്പോഴേ കിളികൾക്കും വെള്ളം കുടിക്കാൻ ദാഹമൊക്കെ കാണുമല്ലോ. ഇവനും ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് വെള്ളം കുടിക്കും ഇപ്പം കേട്ടോ. ഞാൻ ചരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ. അവൻ പാത്ത് പോന്നു. പാവം കേട്ടോ. എനിക്കിഷ്ടം ഇവനെ. ഇങ്ങനെ അതോ പോന്നു. വേണ്ട, ഇങ്ങനെ പതുക്കെ പമ്മി നടക്കുന്നേ കണ്ടോ. അതുവഴിയാണ് റോഡിൽ നിന്നും കയറുന്നതും ഇറങ്ങുന്നതും കണ്ടോ. അങ്ങനെയാണ്.